ഇത് ബിസിനസ് ഓണർ തന്നെയാണ് അക്കൗണ്ട്സ് നോക്കുന്നത്, ബിസിനസ് ഓണർ തന്നെയാണ് ഫിനാൻസ് നോക്കുന്നത്, ബിസിനസ് ഓണർ ആണ് സെയിൽസ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് ഇത് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ല. ആദ്യം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പം HR പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ HR പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ അതിൽ നിങ്ങൾ വിചാരിച്ച ഒരു ഔട്ട്കം അതിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾ സെയിൽസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക, അടുത്ത പ്രോബ്ലം ഫിനാൻസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതെല്ലാവരും കൂടി പോയിട്ട് ഒറ്റ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ആ പ്രോസസ്സ് നടക്കില്ല, ഈ പ്രോസസ്സ് നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്ന ഒരു കേസിൽ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പോലും ഒരു ചെറിയ മൊഡ്യൂളെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ലീഡ് മാനേജ്മെന്റ് മാത്രമാണ്, ലീഡ് മാനേജ്മെന്റ് മാത്രമേ പറയുള്ളൂ. അവരത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കോൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താ അറിയോ, അതും ചെയ്യൂല ഇതും ചെയ്യൂല. മൊഡ്യൂൾസുകളായിട്ട് തിരിച്ചിട്ടേ നമ്മൾ ട്രെയിനിങ് വരെ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പൊ വലിയ കമ്പനികളിൽ ERM ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയർ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. ഇത് ബിസിനസ് ഓണർ തന്നെയാണ് അക്കൗണ്ട്സ് നോക്കുന്നത്, ബിസിനസ് ഓണർ തന്നെയാണ് ഫിനാൻസ് നോക്കുന്നത്, ബിസിനസ് ഓണർ ആണ് സെയിൽസ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് ഇത് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ല. ഇയാൾ ഇത് ടീമിന് പഠിപ്പിച്ചെടുക്കാൻ ഗ്യാപ്പില്ല. ഇയാൾ ഓക്കെ ആണ്, ഇയാൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ആകെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനത്തിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഈ മാറ്റങ്ങൾ ഇവർ എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ എൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരും. ഞാൻ പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല.